ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 2 റെസിപ്പികളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ 2 റെസിപ്പികളാണ്. ഒന്ന് ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കുന്നുണ്ട്, രണ്ടാമത്തത് ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ പ്രളയം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. പിന്നെ നമുക്ക് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വീഡിയോ ഫുള്ള് കാണണം. അപ്പം ഇതൊക്കെ ചെയ്യാൻ അറിയാവുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഇന്ന് ആദ്യം തയ്യാറാക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ ബട്ടർ സ്കോച്ച് സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ തീ കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കൊടുക്കുക കേട്ടോ. അധികം കൂട്ടി കൊടുക്കല്ല, അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് നല്ലതുപോലെ ആ കളറൊക്കെ മാറി വരണം കേട്ടോ. നമ്മൾ ആദ്യം ചെറിയ കളറായിരിക്കും, പിന്നീട് അത് കളർ മാറി മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമ്മൾ ആ പഞ്ചസാരയൊന്ന് അലിച്ചെടുക്കണം. എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാര കയ്ക്കും. പിന്നെ നമുക്ക് ആ ഒരു ക്രീം നമുക്ക് എടുക്കാനേ പറ്റില്ല കേട്ടോ. ആ ഒരു സോസ് നമുക്ക് പിന്നെ ബട്ടർ കേക്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതുപോലെ തീ കുറച്ച് വെച്ച് പതുക്കെ സാവകാശം നമ്മൾ മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കളറൊക്കെ മാറി പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പഞ്ചസാര നല്ലതുപോലെ അലിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സോസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പഞ്ചസാര എല്ലാം അലിയിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കളറാവട്ടെ, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ സോസിന് ഈ ഒരു കാരമൽ സോസ് ഈ ഒരു കളറാകുമ്പോൾ നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ 1 കപ്പ് പഞ്ചസാരയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബട്ടർ ചേർക്കുമ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അളവ് കൂടുന്തോറും അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. ഇനി ബട്ടറൊക്കെ നല്ലതുപോലെ അലിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് മാത്രമല്ല മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ മെൽറ്റാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ തീ ഓണാക്കി വെക്കരുത്. ആ ഒരു ചെറു ചൂടിലിരുന്ന് തന്നെ അതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്താണ് ഞാൻ ഇതിവിടെ നല്ലതുപോലെ ആ ചൂടിൽ തന്നെയാണ് നല്ലതുപോലെ അത് മെൽറ്റാക്കി എടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിതിനെ ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലാസ് ബോട്ടിൽ നല്ലതുപോലെ തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് വെക്കണമെങ്കിൽ കുറച്ച് ദിവസം, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസൊക്കെ തയ്യാറാക്കാൻ അറിയാത്തവർ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കുമ്പോഴും അതിലേക്ക് നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ പ്രളയനാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ബട്ടർ എല്ലാ ഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പ്രളയം തയ്യാറാക്കിയ ഉടനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാനാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന കാഷ്നട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് അടുപ്പിച്ചുണ്ട് കേട്ടോ. ആ കാഷ്നട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് പൊടിക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രളയം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കത്തിയാണ് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ഏറ്റവും ഉപകാരമുള്ള ഒരു കത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 4 കത്തിയും കൂടെ വേറെ കിട്ടിയായിരുന്നു കേട്ടോ. നല്ല ലാഭമുള്ളതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ച് ഒട്ടും മൂർച്ച കാണില്ലെന്ന്, പക്ഷെ നല്ല മൂർച്ചയുള്ള കത്തികളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇത് വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുക കേട്ടോ. ആവശ്യമുള്ളവർ വാങ്ങിക്കുക.
പിന്നെ നിങ്ങൾക്ക് കേക്കിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രളയം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇവിടെ മെൽറ്റാക്കാൻ വച്ചിരിക്കുകയാണ്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നും ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് അത് വെയിറ്റ് ചെയ്യട്ടെ. പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീ ഇടുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടുക കേട്ടോ. തീ കൂട്ടിയൊന്നും വയ്ക്കേണ്ട, പതുക്കെ ഒന്ന് അത് മെൽറ്റായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മൾ നേരത്തെ സോസ് തയ്യാറാക്കാൻ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. ഇനി ആ പഞ്ചസാര ആദ്യം നല്ലതുപോലെ അലിഞ്ഞ് ആ ഒരു ലൂസായി കിട്ടണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഇവിടെ പഞ്ചസാര ഒരു 1/4 ഭാഗത്തോളം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടകളുണ്ട്, അതും നല്ലതുപോലെ അലിയട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണം. വീഡിയോ നിങ്ങൾക്ക് ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാനവിടെ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ആ കട്ടകളെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ചേർത്ത് ആ ഒരു ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ മെൽറ്റായി ആ ഒരു പഞ്ചസാരയിലേക്ക് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയ ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ടും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബട്ടർ നല്ലതുപോലെ അലിഞ്ഞ് ആ ഒരു ഇതിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ നേരമായിട്ട് നമ്മൾ വരട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അധികം പഞ്ചസാര വാരിയിട്ട് കൂടുതൽ പഞ്ചസാരയിൽ നമ്മൾ ചെയ്യില്ല കേട്ടോ. ഞാൻ ഈ ഒരു അളവിലാണ്, നമ്മളിപ്പോൾ 1 കിലോ കേക്കിനൊക്കെ ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ആ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് നിരത്തി ഇതുപോലെ കൊടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ തണുത്ത ശേഷം വേണം നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കാൻ. അതിന് മുമ്പേ പൊട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ പരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ തണുത്ത് സെറ്റായി കിട്ടും കേട്ടോ. നമുക്ക് ഇത് എളുപ്പത്തിന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിനുള്ള പാടെന്ന് പറയുന്നത് ആ ഒരു പഞ്ചസാര മെൽറ്റായി കിട്ടണം. അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പഞ്ചസാര നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് കളറിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് പാട പോലെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഇടികല്ല് ഉപയോഗിച്ച് നമുക്ക് അത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ മിക്സിയിലൊക്കെ വെച്ച് പൊടിക്കുമ്പോൾ മാവ് പോലെ പൊടിഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ഇടികല്ല് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്, അല്ലാതെ കല്ലിലൊന്നും ഇട്ട് കൊടുക്കല്ല. അതിൻ്റെ കുഴവി കൊണ്ട് നമ്മളിതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് നമുക്ക് ആ ഒരു അളവിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ മിക്സിയിലൊക്കെ വെച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ പൊടിഞ്ഞ് ഒട്ടും തന്നെ ഇതായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇടികല്ല് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആ പാത്രത്തിൽ വെച്ച് തന്നെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. പതുക്കെ പൊടിച്ചാൽ മതി, പാത്രത്തിൽ ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല മാവോലെ പൊടിഞ്ഞ് വരും കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും കവറിനകത്താക്കിയ ശേഷം പതുക്കെ ഒന്ന് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പൊടിച്ച് ഇവിടെ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ പൊടികളെല്ലാം തയ്യാറാക്കി എടുക്കാൻ. കണ്ടോ, അധികം വലിയ കഷ്ണങ്ങളല്ല, അധികം പൊടിഞ്ഞും പോയിട്ടില്ല. ആ ഒരു പരുവത്തിൽ ഞാൻ ഇവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിതിനെ ഒരു ബോട്ടിലിൽ, നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യും. നമുക്കിതുപോലെ കേക്കിൻ്റെ ഒക്കെ ഓർഡർ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് സമയം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ കേക്കാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് പഠിപ്പിക്കേണ്ടത് അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ മിക്ക കേക്കിൻ്റെ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് ചെന്ന് കാണുക. കേക്ക് കണ്ടാൽ മാത്രം പോരാ കേട്ടോ, നിങ്ങളത് ചെയ്ത് പഠിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ അതവിടെ നമ്മളെ ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ പ്രളയനും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് സോസും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും തയ്യാറാക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് ഐസ്ക്രീം ചെയ്യുമ്പോഴും പുഡിങ്ങൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.